നമസ്തേ. എന്താണ് കർക്കിടകത്തിന് ഇത്രയും പ്രാധാന്യം? കർക്കിടകം എന്നതുകൊണ്ട് ഒരു മാസം എന്നതിലുപരി ഒരു ഋതുവിനെ കാണണം. ഒരു വർഷത്തെ രണ്ടായി വിഭജിക്കുമ്പോൾ ഉള്ള ദക്ഷിണായനം തുടങ്ങുന്ന കാലഘട്ടമാണ് ഈ കർക്കിടകം. ഈ കാലഘട്ടത്തിൽ ദക്ഷിണായനത്തിൽ പ്രകൃതിയിലും അന്തരീക്ഷത്തിലും വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നത് പോലെ തന്നെ അതോടൊപ്പം നമ്മുടെ ശരീരത്തിലും വ്യത്യാസങ്ങളുണ്ടാകും. ഈ വ്യത്യാസങ്ങളാണ് നമ്മുടെ ശരീരത്തിന് അനാരോഗ്യകരമായ അവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്നത്. ഈ ഋതു വ്യത്യാസം കൊണ്ട് നമ്മുടെ ശരീരത്തിൽ എന്തൊക്കെ രോഗങ്ങളുണ്ടാകാം? സന്ധിവേദന, ശരീരവേദന, പനി മുതലായ രോഗങ്ങളും കൂടാതെ ദഹന സംബന്ധിയായ രോഗങ്ങളുണ്ടാകാം, കൂടാതെ ശ്വാസകോശ രോഗങ്ങളുണ്ടാകാം. ഇതെല്ലാം മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ നമ്മുടെ ആഹാരം, നമ്മുടെ വിഹാര രീതികൾ, നമ്മുടെ വ്യായാമം തുടങ്ങിയവയെല്ലാം അതിലേക്കായി പരിഷ്കരിച്ചുകൊണ്ട് നമ്മുടെ ആരോഗ്യകരമായ ശീലങ്ങളിലേക്ക് നമ്മൾ പോകേണ്ട ഒരു കാലമാണ്. ഇത്തരം രോഗങ്ങൾ ഉണ്ടാകാതിരിക്കാനാണ് നമ്മൾ ഔഷധക്കഞ്ഞി, ഔഷധ സേവനം, കഷായ സേവനം തുടങ്ങിയവ ചെയ്യുന്നത്. അതുകൂടാതെ നമ്മുടെ ശരീരത്തിലെ വാതപിത്ത കഫങ്ങളെ ഒരുപോലെ സംരക്ഷിക്കാൻ, സന്തുലിതമായി നിലനിർത്താൻ വേണ്ടിയിട്ടാണ് അഭ്യംഗം, കിഴി പോലുള്ള ചികിത്സാക്രമങ്ങളും ചെയ്യുന്നത്. എന്തായാലും ഏത് ചികിത്സ ചെയ്യുകയാണെങ്കിലും നിങ്ങൾ ഒരു വൈദ്യനിർദ്ദേശപ്രകാരം ഈ ചികിത്സകൾ സേവിക്കുക. ഇതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിലെ ദോഷങ്ങളെ സന്തുലിതാവസ്ഥയിൽ നിലനിർത്താനും വ്യാധിക്ഷമത്വം വർദ്ധിപ്പിക്കുവാനും സാധിക്കും. ഈ കർക്കിടകം നിങ്ങളുടെ ഇനി വരുന്ന ഒരു വർഷത്തെ ആരോഗ്യത്തെ സംരക്ഷിക്കാനുള്ള ഒരു അവസരമായി കണക്കാക്കി ആയുർവേദ ഔഷധങ്ങളും ആയുർവേദ ചികിത്സകളും ഒരു വൈദ്യനിർദ്ദേശപ്രകാരം സ്വീകരിക്കുക. എല്ലാവർക്കും ആരോഗ്യകരമായ വർഷമുണ്ടാകട്ടെ. നന്ദി.